അമ്മ 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 ജഗദംബികേ നമസ്തേ. അമ്മ, ഈ അമൃതപുരിയിൽ നിന്ന് ആ വാക്കുച്ചരിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആ ആലിംഗനമാണ്. പക്ഷേ കേവലം ഒരു ആലിംഗനത്തിനും അപ്പുറത്തേക്ക് നീളുന്നു അതിൻ്റെ വ്യാപ്തിയും പുണ്യവും. അമ്മയുടെ കരവലയത്തിനുള്ളിൽ ഭാഷ, ദേശം, ജാതി, മതം, ലിംഗം ഒക്കെ അപ്രത്യക്ഷമാവുകയാണ്, അപ്രസക്തമാവുകയാണ്. എല്ലാ യാതനകളും, ഹൃദയത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവിടെ അലിയുന്നു. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു തർക്ക വിഷയമായിരിക്കാം. പക്ഷേ ലോകത്ത് ദുരിതം അനുഭവിക്കുന്നവരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അവരെ സേവിക്കുന്നതാണ് യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞത് അമ്മയാണ്, മാതാ അമൃതാനന്ദമയി ദേവി. അമ്മയുടെ 72ാം പിറന്നാളായിരുന്നു. അതെല്ലാവരും ചേർന്ന് ആഘോഷിച്ചു. പക്ഷേ അമ്മയ്ക്ക് ആഘോഷത്തിനും അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അമ്മയുടെ മക്കളുടെ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, അമ്മയുടെ മക്കളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം ആഘോഷവും ഒരുപക്ഷെ പൂജയും മാത്രമായി ഒതുങ്ങരുത്. അമ്മയുടെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികൾ സമൂഹത്തിന് ഗുണം ചെയ്യണം, ഗ്രാമങ്ങൾക്ക് ഗുണം ചെയ്യണം, സാധാരണക്കാർക്ക് ഗുണം ചെയ്യണം. ആ ഒരു ദർശനത്തോടെ തയ്യാറാക്കിയ ഒരു പ്രദർശന പന്തലിലാണ് നാം ഇന്നുള്ളത്. ഒരു ലോകം, ഒരേ ഹൃദയം. വൺ വേൾഡ്, വൺ ഹാർട്ട്. വി ആർ ഓൾ ബീറ്റ്സ് സ്ട്രോങ് ടുഗെദർ ഓൺ എ സിംഗിൾ ത്രെഡ് ഓഫ് ലവ്. ഒരേ ഹൃദയത്തോടെ മുന്നോട്ട് നീങ്ങുന്ന ഈ ലോകത്തിലേക്ക് സ്വാഗതം. നമുക്ക് കാണാം ഇവിടുത്തെ കാഴ്ചകൾ. നമുക്കൊപ്പം അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ ഡീൻ, സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസസ് ആൻഡ് സോഷ്യൽ സയൻസസ്, and you're also the in charge for Ammachi Labs. Yes, Ammachi Labs and the Center for Women Empowerment and Gender Equality. And the UNESCO chair. And the UNESCO chair. ഡോക്ടർ ഭവാനി റാവു ആന്ധ്രയിൽ നിന്നാണ്. കഴിഞ്ഞ 30 വർഷമായി അമ്മയോടൊപ്പം അമ്മയുടെ ആശ്രമത്തിൽ അമ്മയുടെ ഗവേഷണ സേവന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവർക്ക് ഒരാൾ. സ്വാഗതം ജനം ടിവിയിലേക്ക്. Thank you so much. സോ ആദ്യം തന്നെ എങ്ങനെ ഇവിടെ എത്തി, എന്താണ് അമ്മയുടെ ഗവേഷണ വികസന സേവന ദർശനം? എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാവരും എത്തുന്നത് ആ ഒരു കാര്യമാണ്, അമ്മയെ കണ്ടിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. സോ റീസൺസ് ഫോർ കമ്മിങ് ഹിയർ പലതുമാവാം. ചിലത് വിഷമമുണ്ടാവും, ചിലത് ഇൻസ്പിറേഷൻ കൊണ്ടാവാം. ഫോർ മീ ഇറ്റ് വാസ് പ്രൈമറി ഇൻസ്പിറേഷൻ. ഓൾ മൈ ലൈഫ് ഐ വാണ്ടഡ് ലുക്കിംഗ് ഫോർ എ റോൾ മോഡൽ. ജീവിതത്തിൽ ഒരു റോൾ മോഡൽ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആൻഡ് ഐ ഫൗണ്ട് that if God could be defined as a person, then that could be Amma for me. Because the kind of love and the kind of sacrifice and the kind of giving that came from Amma, I had not seen it anywhere else. And I've been to a lot of places. So അങ്ങനെയാണ് ഞാൻ അമ്മയടുത്ത് ആദ്യം എത്തുന്നത്. 96-ലാണ് ഇങ്ങോട്ട് ആശ്രമത്തിൽ മൂവ് ആയത്.
But Amma's world is like that. Oralu vannum, says Amma's hallmark is her hug. Embrace like veshamamum varum, inspirationum varum. So those who are sad find karayum, relief they get that. Somebody who comes inspired, Amma will direct them to help somebody who is sad. So it actually, the entire thing evolves from that one hug. Both the service, the relief, everything happens from there. The connections, the amplification of her giving, it all happens, and she changes. The true empowerment happens actually within every one of us, not just the people who are kind, not just the people who are sad. Because from taking, we become givers. And when you give, that's when actually there's true empowerment. And that kind of empowerment, no matter who it is that comes to Amma, അത് ഉള്ളിൽ നിന്ന് അത് സംഭവിക്കും. ദുരിതം അനുഭവിക്കുന്നവരുണ്ട്, അവരെ സേവിക്കുക, അതാണ് ഏറ്റവും വലിയ ആരാധനാ ഭാഷ്യം അല്ലേ? എന്താണ് അമ്മയുടെ ഒരു ദർശനം ഈ സേവനത്തെ സംബന്ധിച്ച്? ഒരു സ്റ്റീരിയോ ടൈപ്പിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണല്ലോ നിങ്ങൾ ഗവേഷണവും പഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ നയിക്കുന്നവർക്ക് നൽകിയിരിക്കുന്ന ഒരു കാഴ്ചപ്പാട്. So I think if I had to put a framework to Amma's paddhati, ഒരു പദ്ധതി നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ, I would always refer to this one mantra that is there in the Lalita Sahasranama, which says Om Ichha Shakti Jnana Shakti Kriya Shakti Swarupini Namaha. അതിലെ ഇച്ഛയാണ് ആദ്യം, intention, will. അത് അമ്മയുടെ compassion ആണ്. That everything is driven by that one source. ആ compassion ആണ് ആ source. അത് കഴിഞ്ഞിട്ട് ജ്ഞാനം, അതിൽ എപ്പോഴും ഒരു അറിവുണ്ടാവും, ഒരു ഫാക്ട് ബേസ്ഡ് ഇൻഫർമേഷൻ ഉണ്ടാവും, ഒരു എംപതി ബേസ്ഡ് നോളജും ഉണ്ടാവും. കംപ്ലീറ്റ് ടോട്ടൽ നോളജ്. ഈവൻ ദാറ്റ് കമ്പാഷൻ ഇസ് കപ്പിൾഡ് വിത്ത് നോളജ്, ആൻഡ് ദെൻ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ടു ആക്ഷൻ. ക്രിയാശക്തി. അതെങ്ങനത്തെ ആക്ഷൻ? ഇറ്റ് ഈസ് ഓൾട്രുയിസ്റ്റിക്. വേറൊന്നും പ്രതീക്ഷിക്കാത്ത ഒരു ആക്ഷൻ ഉണ്ട്. ഇൻഫർമേഷൻ ബേസ്ഡ് ആക്ഷൻ ആണ്. ആ കംപ്ലീറ്റ് ഗിവിങ് ദാറ്റ് ഈസ് ദെയർ, റിസോഴ്സ് എഫിഷ്യൻറ്റ് ആക്ഷൻ ആണ്. That is there. That is Amma, if you ask me to put her in a nutshell. പക്ഷേ അതിൻ്റെ ഒപ്പം അമ്മയുടെ അമൃതശ്രീ പദ്ധതി, ഇത് അമ്മ സുനാമി കഴിഞ്ഞിട്ടാണ് അമ്മ തുടങ്ങിയത്. അതിൽ ഇപ്പോൾ ഒരു 3 ലക്ഷം സ്ത്രീകളുണ്ട്. വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, സാധാരണ when you have women in self-help groups, അവർക്ക് മൈക്രോ ലോൺസ് ആണ് കിട്ടുന്നത്. അമ്മ does it is a micro gifting. എല്ലാം വർഷം every woman gets 1,500. So one SHG group of 20 women will get 30,000. നമുക്ക് 30,000 ഒരു ഗ്രൂപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ put it in the back, 5 ലക്ഷം വരെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം മൈക്രോ സേവിങ്സും, ബൈയിങ് തിങ്സ് ടുഗെദർ, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതിന് ഓൺടർപ്രണർഷിപ്പ് ക്ലാസ്സസ്, വൊക്കേഷണൽ ട്രെയിനിങ് ക്ലാസ്സസ് എല്ലാം കൂട്ടാൻ വേണ്ടി. ദിസ് ഈസ് സച്ച് എ പവർഫുൾ മൂവ്മെൻറ്റ്. ഇപ്പോൾ ഈ സ്ത്രീകൾ മറ്റുള്ളവരുടെ സർജറീസ് ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ വീട് വെക്കുന്നത് ഫൈനാൻസ് ചെയ്യുന്നുണ്ട്, കല്യാണം ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. Yes. Now they have become the givers. അമൃത വിശ്വവിദ്യാപീഠത്തിലേക്കാണ്, അത് അമൃത യൂണിവേഴ്സിറ്റിയിലേക്കാണ് പ്രോവോസ്റ്റ് എന്നറിയപ്പെടുന്ന വൈസ് ചാൻസലർ മനീഷ വി രമേശ്. ഈ യൂണിവേഴ്സിറ്റി അമ്മയുടെ പല പദ്ധതികൾ എന്ന പോലെ വിദ്യാഭ്യാസത്തിനും അമ്മയ്ക്കൊരു ദർശനം ഉണ്ട് അല്ലേ? അതൊന്നും അമ്മ ഈ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അമ്മയുടേതായ ഒരു വളരെ ആഴത്തിലുള്ളൊരു വിഷൻ അമ്മ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും അമ്മ നോക്കിയിട്ടുള്ളത്, നമുക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ ഫോർ ലൈഫ്, എഡ്യൂക്കേഷൻ ഫോർ ലിവിങ് ആണ് നമ്മളെല്ലാവരും സാധാരണ ഉള്ളത്. എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് രണ്ടും. അതിനോടൊപ്പം തന്നെ കമ്പാഷൻ ഡ്രിവൺ റിസർച്ച്, അത് ഉപയോഗിച്ച് എങ്ങനെ ഗ്ലോബൽ ചലഞ്ചസ് മാറ്റാം. കാരണം നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ അത് കാരുണ്യത്തിലൂന്നിയതാണെങ്കിൽ അത് വളരെ പോസിറ്റീവ് എഫക്റ്റോടെ അത് ശരിയായ ഡയറക്ഷനിൽ പോകും. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനം. അത് ഞങ്ങൾ ഫാക്കൽറ്റിയിലായാലും കുട്ടികളിലായാലും ആ കാരുണ്യം എങ്ങനെ ഉണർത്തും, അതിനുവേണ്ടി തന്നെ നമ്മൾ പ്രത്യേകം പ്രോഗ്രാംസ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കുകയും അവരെ എല്ലാം ഗ്രാമങ്ങളിൽ വിട്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പഠിച്ച് അതിൽ നിന്ന് ഉരുത്തിരിയുന്നത് ചെയ്യാനുള്ള ആ ഒരു ഉത്തേജനം തരികയും ചെയ്യും. കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഒന്ന് സുനാമി, അതിപ്പോൾ റിസർച്ച് കൊണ്ട് തടയാൻ പറ്റുന്നതല്ല, വാർണിംഗ് സിസ്റ്റം മാത്രമാണ്. പക്ഷേ ഒന്ന് അതിഭീകരമായ പ്രളയം, 2 മണ്ണിടിച്ചിലും ഒലിച്ചു പോകും. നമ്മൾ മൂന്നാറിലും പിന്നെ അതിരൂക്ഷമായി വയനാട്ടിലും കണ്ടു. മലയും ചൂരൽമലയും മുണ്ടക്കയൊക്കെ പാടൂരും.
ഇതിനൊരു ഏർലി വാർണിംഗ് സിസ്റ്റം യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തു എന്ന് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങൾ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. അതേക്കുറിച്ചൊന്ന് പറയണം. എന്താണ്, എങ്ങനെയാണ് ഈ ഏർലി വാർണിംഗ് സിസ്റ്റം, അത് എവിടെയൊക്കെ പ്രായോഗികമാക്കി? സോ ലാൻഡ്സ്ലൈഡ് ഏർലി വാർണിംഗ് സിസ്റ്റം നമ്മൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് തന്നെ 2006 നമ്മൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പ്രോജക്റ്റ് പ്രകാരം നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് മേജർലി നമുക്ക് ഒരു നെറ്റ്വർക്ക് സിമുലേഷൻ, കമ്പ്യൂട്ടർ സിമുലേഷൻ ചെയ്യാൻ മാത്രമാണ് ആ പ്രോജക്റ്റ് ആവശ്യപ്പെട്ടത്. അപ്പം അമ്മയാണ് പറഞ്ഞത് അങ്ങനല്ല, നമുക്ക് ഒരു ജന്മത്ത് വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് വേറൊരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത്. അപ്പം അമ്മ പറഞ്ഞു നമ്മൾ എവിടാണോ ലാൻഡ്സ്ലൈഡ് ഉണ്ടാവുന്നത് അവിടെ പോയി കണ്ട് അവിടെ ഡിപ്ലോയ് ചെയ്ത് നമുക്ക് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരണം. ഈ അമൃത മോഡൽ ഏർലി വാർണിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്താൽ 3 മുതൽ 24 മണിക്കൂർ വരെ മുൻകൂട്ടി നമുക്ക് കൃത്യമായ വിവരം കിട്ടും എന്നല്ലേ പറയുന്നത്? അനുഭവത്തിൽ നിന്നല്ലേ പറയുന്നത്? തെളിയിച്ചു കഴിഞ്ഞ കാര്യമല്ലേ ഈ പറഞ്ഞ 2024 നമുക്ക് വയനാട് സംഭവം ഉണ്ടാവുമ്പോഴും അതേസമയം നമുക്ക് പെരുമഴ മൂന്നാറിലും ഉണ്ടായിരുന്നു. മൂന്നാറിലുണ്ടായപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറിനെയും സബ് കളക്ടറിനെയും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ അറിയിച്ചു. നമ്മൾ അറിയിച്ച പ്രകാരം സബ് കളക്ടർ ആൾക്കാർ ഇവാക്യുവേറ്റ് ചെയ്തു. ഇവാക്യുവേറ്റ് ചെയ്തതിന് ശേഷമാണ് 27 ലാൻഡ്സ്ലൈഡ് ഉണ്ടായത്. പക്ഷേ ഒരാൾ പോലും മരിച്ചിട്ടില്ല. ഇതിലിപ്പോൾ ഡിസ്പ്ലേയിലുള്ളത് ആക്ച്വലി വി ആർ ടേക്കിംഗ് അനദർ പ്രോജക്റ്റ് വിത്ത് ഗവൺമെൻറ് ഓഫ് കേരള ഇൻ വയനാട് ഇൻ മുണ്ടക്കൈ ചുരമല ഏരിയ. കഴിഞ്ഞ കൊല്ലം ഉണ്ടായ ലാൻഡ്സ്ലൈഡ് ഉണ്ടായ സ്ഥലത്താണ്. അപ്പോൾ ഇത് അതിൻ്റെ ഇനീഷ്യൽ പാർട്ടായിട്ട് ടീം ആ സ്ഥലത്ത് പോയി എടുത്ത ഡ്രോൺ ഫുട്ടേജിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം ഒരു 8 പേര് ഒരു 2 ആഴ്ച അവിടെ നിന്ന് ഇത് മൊത്തം അങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമ്മൾ പോയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ സോയിൽ പ്രോപ്പർട്ടീസ്, അവിടുത്തെ മറ്റ് വൾണറബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നെല്ലാം നമ്മൾ പഠിച്ച് എന്ന് വെച്ചാൽ നമുക്ക് സിസ്റ്റം ഡിസൈൻ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ആ സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ വേണ്ടി ഡ്രോൺ ബേസ്ഡ് മാപ്പിംഗ് ചെയ്തതാണിത്. ഫസ്റ്റ് എക്യുപ്മെൻറ്റ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ GPR ആണ്. ഇത് ബേസിക്കലി ഭൂമിയുടെ ഉള്ളിലേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വിട്ടിട്ട് അതിൻ്റെ ഉള്ളിലത്തെ എങ്ങനെയാണ് ഘടന എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. ക്വിക്കായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ റെയിൻ ഗേജിൻ്റെ സിസ്റ്റമാണ് ഇത്. നമ്മൾ ആ മൈക്രോ സീസ്മിക് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ജിയോ ഫോൺ ഇതാണ്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സിഗ്നൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാലടിക്കിയാൽ ഇതുപോലെ നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഭൂചലനത്തിന്റെ വിവിധ സിഗ്നൽസ് നമുക്ക് കിട്ടും. ഓഷൻ നെറ്റ് എന്നാണ് ഈ പ്രോജക്റ്റിൻ്റെ പേര്. അതായത് ഓഷൻ നെറ്റ്. അപ്പോൾ ഈ ഫിഷർമാൻ കടലിൽ പോകുമ്പോൾ 15 കിലോമീറ്ററിനപ്പുറത്തേക്ക് അവർക്ക് കണക്ടിവിറ്റി ഇല്ല. പക്ഷെ അവർ ഏകദേശം 100 കിലോമീറ്ററിൽ കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലയിടത്തും എന്ന് വെച്ചാൽ ഈ പല അപകടങ്ങൾ, ഒന്നിൽ ബോട്ട് ടു ബോട്ട് കൊളീഷൻ, അല്ലെങ്കിൽ ഷിപ്പുമായിട്ട് കൊളീഷൻ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് മറ്റേ കൺട്രിയിലായിപ്പോയി, അങ്ങനെ പലരും തിരിച്ചെത്തുന്നില്ല. ഉൾക്കടലിൽ പ്രശ്നം വരാം, തീരത്ത് വരാം, മാറിയും തിരിഞ്ഞും പ്രശ്നങ്ങൾ പലയിടത്തും വരാം. അപ്പോൾ ഇവരെങ്ങനെ അത് കൃത്യമായിട്ട് അറിയിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ലോങ് റേഞ്ച് വൈഫൈ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ ഏകദേശം 70 കിലോമീറ്റർ വരെ ഇത് ടെസ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ ഫോണിൽ എന്ത് ഉപയോഗിക്കുന്നത് അതുപോലെ അവർക്ക് ഉപയോഗിക്കാം. കടലിലെ ഇന്റർനെറ്റ് ഒരുപക്ഷെ ഉൾക്കടലിലെ ഇന്റർനെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ. പ്രദർശനത്തിലെ ഒരുപക്ഷെ ഏറ്റവും പ്രസക്തമായ, കാലിക പ്രസക്തമായ, ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ എത്തുന്നത്. കാട്ടാന ശല്യം അല്ലെങ്കിൽ വന്യജീവി ആക്രമണം ഒക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള AI ടെക്നോളജി ഉപയോഗിച്ചിട്ട് വികസിപ്പിച്ചെടുത്ത രൂപം അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പാണ് ഇവിടെ ഉള്ളത്. എനിക്കിപ്പോൾ ഉള്ളത് ബാലു ടീം ലീഡറാണ്, റൂറൽ ടെക്നോളജീസ്, അമ്മച്ചി ലാബ്സിൻ്റെ റൂറൽ ടെക്നോളജീസിൻ്റെ ടീം ലീഡറാണ് അല്ലേ? ബാലു, നമുക്ക് സ്ട്രേറ്റ് കാര്യത്തിലേക്ക് വരാം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. കാര്യം ഇന്ന് ഒരുപക്ഷെ സംസ്ഥാനത്തെ ഒരു മലയോരങ്ങളിൽ അല്ലെങ്കിൽ കാടിനോട് അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഉറ്റുനോക്കുന്ന ഒരു സംഗതിയാണ്. ഒപ്പം തന്നെ സർക്കാരും പ്രതിപക്ഷവും നിരന്തരം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഇവിടെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാട്ടാനകൾ വരുമ്പോൾ എങ്ങനെ അറിയാം എന്നുള്ളത് ഒരു ഭാഗം, അതൊരു വാർണിംഗ്. 2 കാട്ടാനയെ ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ അല്ലെങ്കിൽ മടക്കി അയക്കാനുള്ളൊരു
സംവിധാനം കൂടി. ഇതൊന്ന് പറഞ്ഞു തരും, എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫീൽഡ് ഉണ്ട്, അവിടെ സോളാർ ഫെൻസ് വെച്ച് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സംഭവമുണ്ട്. ഈ പ്രോജക്റ്റ് നമ്മൾ 3 ഘട്ടമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഈ മോഷൻ സെൻസർ ക്യാമറ വെച്ച് ഡിറ്റക്ട് ചെയ്യും ആനേനെ. ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊരു നോട്ടിഫിക്കേഷൻ ഉണ്ട്, അതായത് ഒരു SMS-ഉം പടവും വീഡിയോയും ചെല്ലും ഈ ആൾക്കാരുടെ കയ്യിൽ, ആന അവിടെ ആ സമയത്ത് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പിന്നെ 3ാമത്തെ ഘട്ടമാണ് റിപ്പൾഷൻ. പിന്നെ നമ്മൾ വെളിച്ചവും ലൈറ്റും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആനകൾക്ക് ഭയങ്കര അതിശക്തമായ വെളിച്ചവും ശബ്ദവും ഇഷ്ടമല്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ അതിന് 2 ഗുണമുണ്ട്. ഒന്ന്, ആന തിരികെ പോകാനും, 2 അവിടെ ഉള്ളവർക്ക് മനസ്സിലാവാനും ആനയുടെ അനക്കം അവിടെ ഉണ്ട് എന്നുള്ളതിന്. പിന്നെ ഈ സോളാർ ഫെൻസിങ്ങിൻ്റെ ഒപ്പം തന്നെ ഒരു ബയോ ഫെൻസ് ആയിട്ട് ലെമൺ സാപ്ലിങ്സും നമ്മൾ വളർത്തുന്നുണ്ട്. നാരങ്ങയുടെ മുള്ളും മണവും ആനയ്ക്ക് ഇഷ്ടമല്ല എന്നാണ് പറഞ്ഞപ്പെടുന്നതും സത്യമായിട്ട് കണ്ടിട്ടുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ആ ഒരു നാരങ്ങയുടെ ഒരു ഇത് വരുമ്പോൾ അവിടെ നിന്നും അത് തിരികെ പോയി ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബയോ ഫെൻസും കൂടെ ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ നട്ടിരിക്കുന്നത് മുളയാണ്. മുളേൻ്റെ വെച്ചിട്ടുള്ള സോളാർ ഫെൻസിങ് ആണ്. ഇപ്പോൾ നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ആന ഈ മുളേനെ ഇങ്ങനെ ചവിട്ടി വീഴ്ത്തുന്നത്. അപ്പോൾ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ച മുളേനെ കുറച്ചും കൂടെ ആന വരുന്ന സൈഡിലേക്ക് ആയിട്ട് ഇങ്ങനെ വളഞ്ഞു വെക്കും, ചരിച്ചിരിക്കുകയാണ് ഈ മുള. അതെ, അപ്പൊ അതിന് കുറേയും കൂടെ ചവിട്ടി അങ്ങോട്ട് വീഴ്ത്താൻ പാടാണ്, ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ ആ ഇലക്ട്രിക് ഫെൻസിന്റെ സ്ട്രിങ് കുറച്ച് മുകളിലായിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പൊ തുമ്പിക്കൈ വെച്ച് വലിച്ചു വീഴ്ത്താനും അതിന് ബുദ്ധിമുട്ടാണ്. ഈ 2 രീതിക്കും അതിനെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പം മുള, ചരിച്ചു കെട്ടിയ മുള, ഇലക്ട്രിക് ഫെൻസിങ്, അതിനപ്പുറം നാരകം കൊണ്ടുള്ള ഒരു നമുക്ക് പറയാവുന്ന ഒരു പ്രകൃതി ബയോ ഫെൻസിങ്, ഒരു ബയോ ഫെൻസിങ്. അതിനും അപ്പുറത്താണ് ഈ സർവൈലൻസ് ക്യാമറ അല്ലേ? സർവൈലൻസ് അവിടേക്ക് ആന ചെല്ലുന്നു എന്ന് നമ്മൾ ധരിക്കുക അല്ലേ? അപ്പോൾ ഇപ്പോൾ ആക്ച്വലി സംഭവിച്ചത് മോഷൻ സെൻസിങ് ഡിറ്റക്ട് ചെയ്തു. അപ്പോൾ വെളിച്ചവും ഇതും വന്നു. അതോടൊപ്പം തന്നെ അവരുടെ ഫോണുകളിൽ ആ സമയത്തുള്ള മെസ്സേജും വരും. അപ്പം ആനേനെ ഡിറ്റക്ട് ചെയ്തായിട്ടുള്ള പടവും ആന എന്നുള്ളതിൻ്റെ ഇതും വന്നു വിത്ത് സമയം. കറക്റ്റായിട്ട് റിയൽ ടൈമിൽ തന്നെ ആൾക്കാർക്ക് ആ മെസ്സേജും വരികയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓൺ ഡിമാൻഡ് ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ആണ്. പ്രൊഫസർ പ്രേമ നെടുങ്ങാടിയാണ്, മാം ഡയറക്ടർ ഫോർ സെന്റർ ഫോർ അക്സസിബിൾ ടെക്നോളജീസ് ആൻഡ് എഡ്യൂക്കേഷൻ അല്ലേ? എന്താണ് ഈ പ്രോജക്റ്റ്? ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? നമ്മുടെ പുതിയ യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജീസ് ഇൻ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെവി കേൾക്കാത്തവർക്ക് കുറേ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പ്രോജക്റ്റ് ആയിരുന്നു വീഡിയോ വെച്ച് അവർ സൈൻ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അവർക്ക് റെയിൽവേ സർവീസസ് ഒക്കെ കൊടുക്കും. അതിപ്പോൾ ഗവൺമെൻറ് വെബ്സൈറ്റിൽ ഒരു 5 ലക്ഷം ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ പ്രോജക്റ്റ് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏത് വീഡിയോ എടുത്താലും അതിൻ്റെ ഓഡിയോനെ സൈൻ ലാംഗ്വേജിൽ വരും. ഇതൊരു ഹ്യൂമൺ അല്ല, ഇതൊരു AI വെച്ച് ഒരു അവതാറാണ്. ഈ അവതാർ ഓഡിയോ കേട്ടിട്ട് സൈൻ ചെയ്യുക, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്. അപ്പോൾ ഏത് ചെവി കേൾക്കാത്തവർ ആരൊക്കെയുണ്ട് അവർക്ക് ഏത് വീഡിയോ ആണെങ്കിലും സൈൻ ലാംഗ്വേജ് വെച്ച് മനസ്സിലാക്കാൻ പറ്റും. സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ ഏറ്റവും വലിയ ഒരു ഇനിഷ്യേറ്റീവാണ് ഗ്രാമങ്ങളെ ഉദ്ധരിക്കുക എന്നുള്ളത്. അതിൽ ഗ്രാമീണർക്ക് അവരെ എംപവേർഡ് ആക്കാനായിട്ട് അമ്മ കൊണ്ടുവന്ന ഒരു വലിയ പ്രോഗ്രാമാണ് ലിവിൻ ലാബ്സ് പ്രോഗ്രാമും E4 ലൈഫ് PhD പ്രോഗ്രാം. ഇതിൻ്റെ ഭാഗമായി ഓരോ ഗ്രാമങ്ങളിലും അമ്മ റെസിലിയൻറ്റ് റിസോഴ്സ് സെൻറ്റേഴ്സും ഉണ്ടാക്കണം. അതായത് ഓരോ കമ്മ്യൂണിറ്റിയിലും എന്തൊക്കെ പ്രശ്നങ്ങളാണെന്ന് പഠിച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലും നോക്കിയിട്ട് അതിൻ്റെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിൽ ഒരു ഗ്രാമത്തിലുള്ളൊരു പ്രശ്നമായിരുന്നു അവിടുത്തെ കുട്ടികൾക്ക് പഠനത്തിന് പോകാൻ ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് അവർക്ക് പഠിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിന് ഇത് ചെയ്തെടുത്തതാണ് അമൃത സൈക്കിൾ എന്ന് പറഞ്ഞ നമ്മുടെ സ്റ്റുഡൻസും അതിനോടൊപ്പം തന്നെ അമൃത വിദ്യാലയത്തിലെ സ്റ്റുഡൻറ്റും കൂടെ ചേർന്നിട്ട് ചെയ്തെടുത്തതാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ 30 കിലോമീറ്റർ താണ്ടി പോകാനായിട്ട് സൈക്കിൾ പ്രൊവൈഡ് ചെയ്യും.
ആ സൈക്കിളിൽ തന്നെ ഘടിപ്പിച്ചിട്ട് സോളാർ ബേസ്ഡ് ആയിട്ടും ഇവർ ചവിട്ടുന്ന മെക്കാനിക്കൽ എനർജിയിൽ നിന്ന് ഇലക്ട്രിക്കൽ എനർജിയും കൂടെ ആക്കി കമ്പൈൻ ചെയ്ത് ഇതിനകത്തൊരു ബാറ്ററി സെറ്റപ്പ് ഉണ്ട്. ഈ ബാറ്ററി സെറ്റപ്പിലേക്ക് ഇത് സ്റ്റോറേജ് ആവും. തിരിച്ച് സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ നമുക്കിത് വീട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇലക്ട്രിസിറ്റി പവറും ആവും. അമ്മ പറഞ്ഞത് കാരുണ്യം പ്രവൃത്തിയിൽ എന്നതായിരിക്കണം ദർശനം. അമ്മ നയിക്കുന്ന സംരംഭങ്ങളുടെ എല്ലാം നേർക്കാഴ്ച ഇതാണ്. ഭൂമിയെ സ്നേഹം, ഐക്യം എന്നിവയിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ മനോഹരമാക്കുക. ഇതാണ് വിശാലമായ മനസ്സ്, ഇതാണ് വിശാലമായ ആ ലക്ഷ്യം. ഗ്രാമത്തിലുള്ളവർക്ക് ലൈവ്ലിഹുഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അവർക്ക് വരുമാനം ക്രിയേറ്റ് ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയൊരു പ്രൊജക്റ്റാണ് മഷ്റൂം കൾട്ടിവേഷൻ പ്രൊജക്റ്റ്. നമ്മളുടെ സംസ്കാരം എങ്ങനെ പ്രിസർവ് ചെയ്യാം, എങ്ങനെ നമുക്കത് ഡോക്യുമെൻ്റ് ചെയ്യാം, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രൊജക്റ്റാണിത്. ഈ പ്രൊജക്റ്റ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒഡീഷ, ബീഹാർ, സിക്കിം ഈ 3 സ്ഥലങ്ങളിലാണ് ചെയ്യുന്നത്. സിക്കിമിലെ ഓക്രിയിലൊരു മൊണാസ്ട്രിയാണ്. അവിടെ ഒരു പ്രെയർ വീലുണ്ട്. ആ പ്രെയർ വീലിൻ്റെ ഒരു VR ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആ പ്രെയർ വീല് നമുക്ക് കറക്കുകയും അവിടുത്തെ മൊണാസ്ട്രി വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ ഏത് ലോകത്തുള്ള ഒരാൾക്ക് പോലും ഈ പ്രെയർ വീൽ ആക്സസ് ചെയ്യാനും പറ്റും. കേരളത്തിൽ വയനാട്ടിൽ മുതക്കര ഗ്രാമത്തിലാണ്, വളാരംകുന്ന് ഗ്രാമത്തിൽ ശരിക്കും അവിടെ ട്രൈബൽ പീപ്പിൾ ഉള്ള സ്ഥലമാണ്. അവിടെ ശരിക്കും നമ്മുടെ കുട്ടികൾ പോയി പഠനം നടത്തിയപ്പോൾ അവർ വളരെയധികം ബിലോ പോവർട്ടി ആയിട്ടാണ് നിൽക്കുന്നത്. ആഹാരം കഴിക്കാനില്ല, ദിവസവും ജോലിക്ക് നടന്നു പോയിട്ടൊന്നും കിട്ടാത്തൊരവസ്ഥ. ഇങ്ങനെ വന്ന സമയത്താണ് നമ്മൾ കണ്ടുപിടിച്ചത്, അതായത് അവർക്ക് ആകെപ്പാട് അറിയാവുന്ന ഒരു സ്കില്ലെന്ന് വെച്ചാൽ ലെമൺ ഗ്രാസ് ഡിസ്റ്റിൽ ചെയ്ത് അതിൻ്റെ ഓയിലെടുത്ത് അതിനെ സെല്ല് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു അവർക്ക്. ഇതിനനുസരിച്ച് നമ്മൾ സോളാർ തെർമൽ ബേസ്ഡ് ലെമൺ ഗ്രാസ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ചെയ്തു കൊടുത്തു. എന്നിട്ട് അവിടുത്തെ സ്ത്രീകളെ പഠിപ്പിച്ചു എങ്ങനെയാണ് ഈ ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് എങ്ങനെ അവർ വർക്ക്. അപ്പോൾ ഈ ട്രൈബൽ സ്ത്രീകളാണ് ഇതിനെ പഠിച്ച് അതിൽ ഓരോ സെറ്റിങ്സും ചെയ്ത് അതിൽ നിന്ന് ഓയിൽ ഉണ്ടാക്കുകയും ആ ഓയിലിൽ നിന്ന് മൾട്ടിപ്പിളായിട്ട് ഏകദേശം 20ഓളം പ്രോഡക്ട്സ് ഇതിനകത്തു നിന്ന് ഈ പർട്ടിക്കുലർ ലെമൺ ഗ്രാസ് ഉണ്ടാക്കുക. ഇന്ന് അത് വിറ്റിട്ട് അവർക്ക് അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ദിവസവേതനവും വിൽക്കുന്നതിൻ്റെ ഒരു പങ്കും അവർക്ക് വരുന്നുണ്ട്. നമ്മളൊരു വേസ്റ്റ് എന്നുള്ളൊരു വാക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അമ്മയും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അങ്ങനെ ഒരു മൂല്യമാണ്. അതായത് വേസ്റ്റായിട്ടൊന്നുമില്ല, ഇപ്പോൾ എല്ലാത്തിനും ഇതിനൊരു മൂല്യമുണ്ട്. ആ മൂല്യം എന്താണെന്ന് കണ്ടെത്തുക, അതിൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ആശയം എടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ള കുറേ ആർട്ട് എക്സിബിഷൻസ് ആണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ നമ്മളുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, വേസ്റ്റ് സാധനങ്ങളാണ് ഇവിടെ ശരിക്കായിട്ട് മാനേജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ റാപ്പേഴ്സ് ഉണ്ടല്ലോ, മറ്റ് ചിപ്സ്, ബിസ്ക്കറ്റ്സ്, ടോഫീസ്, റാപ്പേഴ്സ്, അതെല്ലാം കൂടെ നമ്മളിവിടെ ഇത് കട്ട് ചെയ്തിട്ട് ഇത് നീട്ടത്തിലാക്കിയിട്ട് ടേപ്പ് രീതിയിലാക്കിയിട്ട് പിന്നെ ഇതിനകത്ത് വീവിങ് ചെയ്യും. ഇതുപോലെ ഷീറ്റാക്കും. അപ്പോൾ ഈ പ്രോസസ്സിന് വേണ്ടി നമുക്ക് എനർജി, ഫ്യൂൽ, ഇലക്ട്രിസിറ്റി ഒന്നും വേണ്ട. ഒരു ലോകം, ഒരു ഹൃദയം, ഒരു ലോകം മുഴുവൻ കണ്ട പ്രതീതിയിലാണ് ജനം TV ടീമിനോടുള്ളത്. എന്നോടൊപ്പം രാധിക, വിമൻസ് എംപവർമെൻറ്റ് പ്രോജക്റ്റ് സ്റ്റോറിൻ്റെ ടീം ലീഡാണ്. രാധിക, I think it's best to tell the viewers the story with those 2 bags that I saw here being produced by lady folks. First, I'll go to this bag. This bag tells a story. This says Manju, Faridabad, Bharat. What does that mean? So, sir, every product that you see on this table has been made by women who've been trained under Amma's various skill training initiatives. We work in the most rural parts of the country. This particular bag has been made by this artisan, Manju, from Faridabad. She has lost her father, her brother's unemployed. So both the sisters, they're 2 sisters, they do tailoring. She attaches the zips and the bag, the handles of this bag,
And they're a team of 12 members of a self-help group in Faridabad called Amrit SHG who make this bag. ഈ ബാഗിൻ്റെ ചെയിൻ ഘടിപ്പിച്ചത് ഞാനാണ്, ഈ കൈപ്പിടി ഘടിപ്പിച്ചത് ഞാനാണ്. എൻ്റെ സഹോദരിയും ഇവിടെ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് പിതാവില്ല, സഹോദരന് ജോലിയുമില്ല. ഞങ്ങളുടെ അമ്മ ഒരു തൊഴിലാളിയായി ജോലി ചെയ്യുന്നു. ഞങ്ങൾ രണ്ടുപേരും, ഞാനും സഹോദരിയും, ഈ ബാഗ് തുന്നിക്കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്, ഭക്ഷണം കൊണ്ടുവരുന്നത്. മഞ്ജു, ഫരീദാബാദ്, ഭാരത്. ഈ ബാഗിനുമുണ്ടല്ലോ ഒരു കഥ പറയാൻ. എന്താണിത്? നമ്മുടെ ഇവിടെ പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് ആണ് ഇവരെല്ലാം. കാട്ടിൽക്കടവ് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ദൂരമാണ് കാട്ടിൽക്കടവ് ആ ഗ്രാമം. അവിടുത്തെ പഠിച്ച സ്റ്റുഡൻസ് എല്ലാവരും പാസ് ഔട്ട് ആയിട്ട് അവരൊരു 13 പേര് കൂടി പുതിയൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്തിട്ട് അവർ ഉണ്ടാക്കിയ ബാഗാണിത്. ഇവിടെ പഠിച്ച കുട്ടികൾ, ഇവിടെ തൊഴിൽ പഠിച്ച കുട്ടികൾ, ഇവിടുന്ന് പാസ് ഔട്ട് ആയവർ, അവർ പുറത്തിറങ്ങി സ്വയം തൊഴിൽ കണ്ടെത്തുന്നു. അവർക്കുള്ള ഓർഡറുകൾ ഇവിടെ നിന്നും പുറത്തു നിന്നും ലഭിക്കുന്നു. അവർക്ക് വലിയ രീതിയിൽ സ്വയം സംരംഭകരായവർ മാറിക്കഴിഞ്ഞു. ഇത് തന്നെയാണ് അമ്മ ഉദ്ദേശിച്ച സേവനവും. ഗവേഷണമായാലും വിദ്യാഭ്യാസമായാലും അത് സ്കില്ലിലേക്ക്, ജീവിത രീതിയിലേക്ക്, ജീവിത വൃത്തിയിലേക്ക്, മറ്റുള്ളവരെ സഹായിക്കുന്നതിലേക്ക് ഒക്കെ നയിക്കണം. അതായിരുന്നു അമ്മയുടെ ദർശനം. ഈശ്വരനുണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, തർക്കിച്ചോളൂ. പക്ഷേ ദുരിതബാധിതരുണ്ട്, അവരെ സഹായിക്കൂ. തുടക്കത്തിൽ നാം കണ്ടതുപോലെ തന്നെ.